വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ആൽക്കെയിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ആൽക്കീൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആൽക്കൈൻസ് ആണ്. ഓക്കെ, അപ്പം ലൈക്ക് ആൽക്കൈൻസും എന്താണ്, ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും കാർബൺ ആറ്റത്തിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വേണം. ഓക്കെ, നമ്മൾ ആൽക്കീൻസ് ആൻഡ് ആസ് വെൽ ആസ് ആൽക്കെയിൻസിനോട് ആൽക്കൈൻസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത് ലെസ് ആണ് ഇൻ കേസ് ഓഫ് ആൽക്കൈൻസ്. ഓക്കെ, ഇവരുടെ ജനറൽ ഫോർമുല വരുന്നത് ഈ ഫോർമാറ്റിലാണ്: CnH2n-2. ആൽക്കൈൻ സീരീസിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ മെമ്പർ എന്ന് പറയുന്നത് ഈത്തൈൻ ആണ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് അസിറ്റലിൻ. ഈ അസിറ്റലിൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകാർബൺ നമ്മൾ വെൽഡിംഗ് പർപ്പസിലൊക്കെ ഓക്സി അസിറ്റലിൻ ഫ്ലെയിം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ആൽക്കൈൻസ് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്? ആ ഒരു നെയിമിങ് നമ്മൾ ആൽക്കൈൻ്റെ ടൈമിൽ ഐയുപാക് നെയിമിങ് നമ്മൾ കണ്ടു അല്ലെ. അപ്പം ആ ANE-നെ YNE വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ആ ഒരു നെയിമിങ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇൻ കേസ് ഓഫ് ആൽക്കൈൻസ്. ഇവിടെ ഈത്തൈൻ ആൻഡ് പ്രൊപ്പൈന് ഒരു സ്ട്രക്ചറേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ബ്യൂട്ടൈന്റെ കേസ് വരുമ്പോഴത്തേക്കും അവിടെ രണ്ട് പോസിബിൾ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്: ബ്യൂട്ട് 1 അയൺ ആൻഡ് ബ്യൂട്ട് 2 അയൺ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട്സും അതിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുന്നത് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ് ഈ രണ്ട് സ്ട്രക്ചേഴ്സിനെ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. 3 സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതില് സ്ട്രക്ചർ 1 and 2 പൊസിഷൻ ഐസോമേഴ്സ് ആണ്, ദാറ്റ് ഈസ് പെന്റ് 1 അയൺ ആൻഡ് പെന്റ് 2 അയൺ. ഇനി സ്ട്രക്ചേഴ്സ് 1 and 3 അല്ലെങ്കിൽ 2 and 3 എന്ന് പറയുന്നത് ചെയിൻ ഐസോമേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ കുറച്ച് ഹൈഡ്രോകാർബൺസിന്റെ കോമൺ നെയിം, സ്ട്രക്ചർ, ഫോർമുല, വാല്യൂ ഓഫ് N ആൻഡ് IUPAC നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോമൺ നെയിം ആൻഡ് IUPAC നെയിം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അസിറ്റൈലിന്റെ IUPAC നെയിം വരുന്നത് ഈത്തൈൻ എന്നാണ്. മീത്തൈൽ അസിറ്റൈലിൻ പ്രൊപ്പൈൻ ആൻഡ് ഈത്തൈൽ അസിറ്റൈലിൻ വരുന്നത് ബ്യൂട്ട് 1 അയൺ ആൻഡ് ഡൈമീത്തൈൽ അസിറ്റൈലിൻ വരുന്നത് ബ്യൂട്ട് 2 അയൺ. ഓക്കെ, അപ്പൊ ഈത്തൈന്റെ കേസിൽ ഓരോ കാർബൺ ആറ്റവും 2sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലാണ് ഉള്ളത്. ഇവിടെ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ഓവർലാപ്പിംഗ് ഓഫ് 2sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓഫ് 2 കാർബൺ ആറ്റംസ്. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് ഈച്ച് കാർബൺ ആറ്റം അണ്ടർഗോസ് overlapping along the internuclear axis with 1s orbital of each of the 2 hydrogen atoms forming 2 CH sigma bonds. ഇവിടെ ഹൈഡ്രജൻ കാർബൺ കാർബൺ ബോണ്ട് ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആണ്. ഓരോ കാർബണും 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഈ 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്, ആസ് വെൽ ആസ് ടു ദി പ്ലെയിൻ ഓഫ് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. ഓക്കെ, ഇനി ഈഥൈൻ മോളിക്യൂളിന് ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ടും 2 CH സിഗ്മ ബോണ്ടും 2 കാർബൺ കാർബൺ പൈ ബോണ്ടും ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് ആണ് കൂടുതലായിട്ടുള്ളത് ആസ് കമ്പയർഡ് ടു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അപ്പൊ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ലെങ്ത് വരുന്നത് എന്താണ്? 120 പൈക്കോമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെക്കാട്ടും ഷോർട്ടർ ആണ്, വിച്ച് ഈസ് 133 പൈക്കോമീറ്റർ ആൻഡ് സ്മോളർ ദാൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വിച്ച് ഈസ് 154 പൈക്കോമീറ്റർ. ഓക്കെ, ഇനി 2 കാർബൺ ആറ്റത്തിന് ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കലി സിമെട്രിക്കൽ ആണ് അബൌട്ട് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതുകൊണ്ട് തന്നെ ഈത്തൈൻ ഒരു ലീനിയർ മോളിക്യൂൾ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇനി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്. 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫ്രം കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡ് പ്ലസ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ഈത്തൈൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാൽഷ്യം കാർബൈഡ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ഹീറ്റിംഗ് ക്വിക്ലൈം വിത്ത് കോക്ക്, അതായത് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈഓക്സൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാൽഷ്യം കാർബൈഡ് കിട്ടുന്നത്.
ഓക്കെ. ഇനി ക്യുക്ക് ലൈം എങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ഇൻ ദി ഫോളോവിങ് റിയാക്ഷൻസ്. The next method of preparation വരുന്നത് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ് ആണ്. അപ്പൊ വിസിനൽ ഡൈഹാലൈഡ്സിനെ നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഡിഹൈഡ്രോ ഹാലജനേഷൻ ചെയ്താലും നമുക്ക് ആൽക്കൈൻസിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഒരു മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ടു ഫോം ആൽക്കിനൈൽ ഹാലൈഡ്. ഈ ആൽക്കിനൈൽ ഹാലൈഡിനെ വീണ്ടും നമ്മൾ സോഡമൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താലും നമുക്ക് ഫൈനലി ആൽക്കൈൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. ആൽക്കൈൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സെയിം ആസ് ആൽക്കീൻസ് ആൻഡ് ആൽക്കെയിൻസ് ആണ്. ഫസ്റ്റ് 3 മെമ്പേഴ്സ് ഗ്യാസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് 8 മെമ്പേഴ്സ് ലിക്വിഡ് ആയിട്ടും ആൻഡ് ഹയർ മെമ്പേഴ്സ് സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ആൽക്കൈൻസും കളർലെസ് ആണ്. ഈത്തൈന് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. ബാക്കി എല്ലാ മെമ്പേഴ്സും ഓർഡർലെസ് ആണ്. ഇനി ആൽക്കൈൻസ് വീക്ക്ലി പോളാർ ഇൻ നേച്ചർ ആണ്. അത് വാട്ടറിനെക്കാട്ടും ലൈറ്റർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് ആൻഡ് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. ഓൾസോ അത് ഓർഗാനിക് സോൾവെന്റ്സിൽ സോലുബിൾ ആണ്. ഓക്കെ. ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി ഇതെല്ലാം മോളാർ മാസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ആവും. ഇനി നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ആൽക്കൈൻസിന്റെ അസിഡിക് ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ അസിഡിക് നേച്ചർ ആണ്. ഓക്കെ. സോഡിയം മെറ്റൽ ആൻഡ് സോഡമൈഡ് ദാറ്റ് ഈസ് NaNH2 സ്ട്രോങ് ബേസസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ സ്ട്രോങ് ബേസസ് ഈത്തൈനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? സോഡിയം അസറ്റലൈഡ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഫോംഡ് ആവുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ വിത്ത് സ്ട്രോങ് ബേസസ് നമുക്ക് ഈത്തീന്റെ കേസിലും ഈത്തൈന്റെ കേസിലും പോസിബിൾ ആയിരുന്നില്ല. അപ്പം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈത്തൈൻ അസിഡിക് നേച്ചർ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് പറയാം ആസ് കമ്പയർഡ് ടു ഈത്തീൻ ആൻഡ് ഈത്തൈൻ. ഇനി ഈത്തൈനിലെ ഹൈഡ്രജൻ ആറ്റംസ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വേറസ് ഇൻ കേസ് ഓഫ് ഈത്തീൻ അത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കായിരുന്നു ആൻഡ് ഈത്തൈന്റെ കേസിൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കായിരുന്നു. എസ് ക്യാരക്ടറിന്റെ ആ ഒരു പെർസെൻറ്റേജ് മാക്സിമം ആയതുകൊണ്ട് തന്നെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് കാർബൺ ആറ്റത്തിന് ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണുള്ളത് ഇൻ കേസ് ഓഫ് ഈത്തൈൻ മോളിക്യൂൾ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഷെയർഡ് ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ആൽക്കൈൻസിന്റെ കേസിൽ ട്രിപ്ലി ബോണ്ടഡ് കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റംസ് ആണ് മോർ അസിഡിക് ആയിട്ടുള്ളത് ആൻഡ് നോട്ട് ഓൾ ഹൈഡ്രജൻ ആറ്റംസ് ആർ അസിഡിക് ഇൻ കേസ് ഓഫ് ആൽക്കൈൻസ്. അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റിയാക്ഷൻസ് ആൽക്കൈൻസിന്റെ അസിഡിക് നേച്ചറിനെ എക്സിബിറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ. അപ്പൊ ഈ റിയാക്ഷൻസ് ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കെയിൻസ് എക്സിബിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ഷൻ വിത്ത് ആസിഡ്സ് ആൽക്കൈൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കെയിൻസിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ഇവരുടെ ആ ഒരു ആസിഡിക് ബിഹേവിയറിന്റെ ട്രെൻഡ് വരുന്നത് ഈ ഓർഡറിലാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. ആൽക്കൈൻസില് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ആ ട്രിപ്പിൾ ബോണ്ട് എന്താണ് ചെയ്യുന്നത്? 2 മോളിക്യൂൾ ഓഫ് ഡൈഹൈഡ്രജൻ ഹൈഡ്രജൻ ഹാലൈഡ്സിനൊക്കെ ആഡപ്പ് ചെയ്യും. ഓക്കെ. അപ്പം അഡീഷൻ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ നടക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സിന്റെ ബേസിസിലാണ്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കൈൻസിൽ അഡീഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് മാർക്കോവ്-നിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ഡൈഹൈഡ്രജൻ പ്ലസ് ഒരു പർട്ടിക്കുലർ ആൽക്കൈൻ ഇൻ ദി പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പല്ലേഡിയം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് അഡീഷൻ ഓഫ് ഹാലജൻസ് ആണ്. ദാറ്റ് ഈസ് ആൽക്കൈൻസ് പ്ലസ് എ ഹാലജൻ മോളിക്യൂൾ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ഷനില് 1122 ടെട്രാ ബ്രോമോ പ്രൊപ്പൈൻ ആണ് നമുക്ക് ഇവിടെ ഫോംഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ അൺസാച്ചുറേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ മെയിൻലി അഡീഷൻ ഓഫ് ഹാലജൻസ് ആൽക്കൈൻസിലേക്ക് ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ HCl, HBr, HI ഒക്കെ. ഇതെല്ലാം നമ്മൾ ആൽക്കൈൻസിലേക്ക് ആഡ് ചെയ്താൽ അവിടെ ജെം ഡൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ജെം ഡൈഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈഹാലൈഡ്സ് ഇൻ വിച്ച് two halogens are attached to the same carbon atom. The next reaction വരുന്നത് addition of water molecule ആണ്. ആൽക്കൈൻസ് എന്ന് പറയുന്നത് immiscible in water ആണ് and they do not react with water. Okay, പക്ഷെ എന്നിരുന്നാലും ആൽക്കൈൻസിനോട് ഒരു വാട്ടറിന്റെ ഒരു മോളിക്യൂള് ആഡപ്പ് ആവുന്നുണ്ടാവും when it is warmed with mercuric sulfate and dilute sulfuric acid at 333 Kelvin. ഫൈനലി ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷൻസ് ആണുള്ളത്. ഒന്ന് ലീനിയറും ഒന്ന് സൈക്ലിക്കും. ഇനി ലീനിയർ പോളിമറൈസേഷൻ ഓഫ് ഈത്തൈൻ എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ടേക്സ് പ്ലേസ് ടു പ്രൊഡ്യൂസ് പോളിഅസിറ്റിലിൻ ഓർ പോളിത്തീൻ വിച്ച് ഈസ് എ ഹൈ മോളിക്കുലർ വെയിറ്റ് പോളീൻ കണ്ടെയ്നിങ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഈ ഒരു ലീനിയർ പോളിമർ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ഇനി സൈക്ലിക് പോളിമറൈസേഷൻ എന്താ നോക്കാം. ഈത്തൈൻ നമ്മളൊരു റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടി പാസ് ചെയ്യുക അറ്റ് 873 Kelvin. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അത് സൈക്ലിക് പോളിമറൈസേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. 3 മോളിക്യൂൾസ് പോളിമറൈസ്ഡ് ആയിട്ട് ബെൻസീൻ അവിടെ ഫോം ആവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഫോം ആയിരിക്കുന്ന ബെൻസീൻ എന്ന് പറയുന്നത് starting molecule for the preparation of derivatives of benzene, dyes, drugs and variety of other organic compounds. Okay, അപ്പൊ അതിന്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് അരീൻസ് എന്ന് പറയുന്നത്. ഇവർക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള സ്മെൽ അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ്ലി എല്ലാ അരോമാറ്റിക് കോമ്പൗണ്ട്സിനും ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും. ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് ഹൈലി അൺസാച്ചുറേറ്റഡ് ആണ്. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് റിയാക്ഷൻസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സിലും അൺസാച്ചുറേഷൻ ഓഫ് ബെൻസീൻ റിംഗ് റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ബെൻസീൻ റിംഗ് ഇല്ലാത്ത അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന് കേസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസിൽ മറ്റ് ഹൈലി അൺസാച്ചുറേറ്റഡ് റിംഗ്സ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ബെൻസീൻ റിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബെൻസിനോയിഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ബെൻസിൻ റിംഗ് ഇല്ലാത്ത അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ നമ്മൾ നോൺ ബെൻസിനോയിഡ്സ് എന്നാണ് പറയുന്നത്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ എക്സാമ്പിൾ ആണ് ബെൻസീൻ, ടൊളുവിൻ, നാഫ്തലിൻ ആൻഡ് ബൈഫീനൈൽ. ഇനി നെക്സ്റ്റ് നോമെൻക്ലേച്ചർ ആൻഡ് ഐസോമെറിസം ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ ബെൻസീന്റെ കേസിൽ എല്ലാ 6 ഹൈഡ്രജൻ ആറ്റംസും ഇക്വലന്റ് ആണ്. and so it forms one and only one type of mono substituted product. ഇനി രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ബെൻസീനിൽ നമ്മൾ രണ്ട് സിമിലർ അല്ലെങ്കിൽ ഡിഫറെന്റ് മോണോവാലന്റ് ആറ്റംസ് അതും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ 3 ഡിഫറെന്റ് പൊസിഷൻ ഐസോമേഴ്സ് അവിടെ പോസിബിൾ ആണ്. 1, 2 അല്ലെങ്കിൽ 1, 6 അതിനെ നമ്മൾ ഓർത്തോ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഓർത്തോ കോമ്പൗണ്ട്സ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. 1, 3 അല്ലെങ്കിൽ 1, 5 ആണെങ്കിൽ മെറ്റാ കോമ്പൗണ്ട്സ് ആയിരിക്കും. ആൻഡ് 1, 4 ആണെങ്കിൽ പാരാ ഡി സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബെൻസീൻ ഡെറിവേറ്റീവ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടൊളുവിൻ അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ, ഓർത്തോക്സൈലിൻ അല്ലെങ്കിൽ 1,2 ഡൈമീഥൈൽ ബെൻസീൻ, മെറ്റാക്സൈലിൻ അല്ലെങ്കിൽ 1,3 ഡൈമീഥൈൽ ബെൻസീൻ ആൻഡ് പാരാക്സൈലിൻ അല്ലെങ്കിൽ 1,4 ഡൈമീഥൈൽ ബെൻസീൻ. ഇനി നെക്സ്റ്റ് ബെൻസീന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബെൻസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ ഐസൊലേറ്റ് ചെയ്തത് സർ മൈക്കിൾ ഫാരഡേ സയന്റിസ്റ്റ് ആണ് 1825. ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത് C6H6 ആണ്. ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബെൻസീൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഓൾസോ ഇറ്റ് ഫോംസ് ട്രയോസോണൈഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് 3 ഡബിൾ ബോൺസ്. അപ്പൊ ബെൻസീൻ റിംഗിൽ 3 ഡബിൾ ബോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബെൻസീനില് എല്ലാ 6 കാർബൺ ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റംസും ഐഡന്റിക്കൽ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
കേക്കുലോ, ഓഗസ്റ്റ് കേക്കുലോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ബെൻസീന്റെ ഒരു സൈക്ലിക് അറേഞ്ച്മെന്റ് പ്രപ്പോസ് ചെയ്തത്. അതായത് സൈക്ലിക് അറേഞ്ച്മെന്റ് ഓഫ് 6 കാർബൺ ആറ്റംസ് വിത്ത് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് ആൻഡ് 1 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു ഈച്ച് കാർബൺ ആറ്റം. അതാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കേക്കുലോ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു കേക്കുലോ സ്ട്രക്ചർ രണ്ട് ഐസോമറിക് പോസിബിലിറ്റീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1 to ഡൈബ്രോമോ ബെൻസീൻസ്. അതിൽ ഒരു ഐസോമറിൽ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കാണ്. മറ്റേ കേസിലാണെങ്കിൽ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിംഗിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്കുമാണ്. ഓക്കെ. ഏർലിയർ ഡേയ്സിൽ ബെൻസീന് ഒരു ഓർത്തോ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റിനെ ഫോം ചെയ്യാൻ മാത്രമേ ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്തത് കേക്കുലയാണ് ബൈ സജസ്റ്റിംഗ് ദി കൺസെപ്റ്റ് ഓഫ് ഓസിലേറ്റിംഗ് നേച്ചർ ഓഫ് ഡബിൾ ബോൺസ് ഇൻ ബെൻസീൻ. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു മോഡിഫിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കേക്കുലോ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി ആൻഡ് പ്രിഫറൻസസ് ടു substitution reactions than addition reactions. നെക്സ്റ്റ് ഇനി ബെൻസീന്റെ റെസൊണൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടാണ്. ഓക്കെ. ബെൻസീൻ എന്ന് പറയുന്നത് വേരിയസ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സിന്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ AB സ്ട്രക്ചേഴ്സ് പ്രപ്പോസ് ചെയ്തത് സയന്റിസ്റ്റ് കേക്കുലയാണ്. ഇത് രണ്ട് മെയിൻ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ബെൻസീന്റെ. ഇനി ബെൻസീന്റെ ഹൈബ്രിഡ് സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബൈ ഇൻസേർട്ടിങ് എ സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡോട്ടഡ് സർക്കിൾ ഇൻ ഹെക്സഗൺ. അതാണ് ഇവിടെ നമ്മൾ സ്ട്രക്ചർ സിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സർക്കിൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 6 ഇലക്ട്രോൺസ് വിച്ച് ആർ ഡീലോക്കലൈസ്ഡ് ബിറ്റ്വീൻ 6 കാർബൺ ആറ്റംസ് ഓഫ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലെ എല്ലാ 6 കാർബൺ ആറ്റംസും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റല് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് അഡ്ജസന്റ് കാർബൺ ആറ്റംസുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് 6 കാർബൺ കാർബൺ സിഗ്മ ബോൺസ് ഹെക്സഗണൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് ഈച്ച് കാർബൺ ആറ്റം ഓവർലാപ്സ് വിത്ത് s orbital of hydrogen atom and forms 6 carbon hydrogen sigma bond. Okay. ഇനി unhybridized p orbital of carbon atoms close enough ആണ് in order to form pi bond bilateral overlap. രണ്ട് ഈക്വൽ പോസിബിലിറ്റീസ് ആണുള്ളത് 3 pi bonds ഫോം ചെയ്യാനായിട്ട് by overlap of p orbitals of carbon 1, carbon 2, carbon 3, carbon 4, carbon 5, 6 or carbon 2, carbon 3, carbon 4, carbon 5 and carbon 6, carbon 1 respectively. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു രണ്ട് സ്ട്രക്ചേഴ്സ് കേക്കുലോ സ്ട്രക്ചർ ആണ് വിത്ത് ലോക്കലൈസ്ഡ് പൈ ബോൺസ്. ഓക്കെ. അപ്പൊ ഈ കാർബൺ ആറ്റംസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബെൻസീൻ റിംഗിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ വെച്ചിട്ടാണ്. പി ഓർബിറ്റൽ ഓഫ് ഈച്ച് കാർബൺ ആറ്റത്തിന് പി ഓർബിറ്റൽ ഓഫ് അഡ്ജസന്റ് കാർബൺ ആറ്റം ആയിട്ട് ഓവർലാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഡഫ്നെറ്റ്സ് അല്ലെങ്കിൽ റിംഗ്സ് വെച്ചിട്ടാണ് ഇലക്ട്രോൺ ക്ലൗഡ്സിന്റെ. ഒരെണ്ണം പ്ലെയിനിന് എബവും ഒരെണ്ണം പ്ലെയിനിന് ബിലോ ആയിട്ടാണ് നമ്മൾ ഹെക്സഗണൽ റിംഗിൽ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ 6 പൈ ഇലക്ട്രോൺസ് ഇവിടെ ഡീലോക്കലൈസ്ഡ് ആണ് ആൻഡ് അതിന് ഫ്രീലി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും അബൌട്ട് ദി 6 കാർബൺ ന്യൂക്ലിയ ഇൻസ്റ്റെഡ് ഓഫ് എനി 2. അപ്പൊ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺ ക്ലൗഡ് ആയിരിക്കും കൂടുതൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആവുന്നത് ബൈ ദ ന്യൂക്ലിയ ഓഫ് കാർബൺ ആറ്റം ദാൻ ദി ഇലക്ട്രോൺ ക്ലൗഡ് ലോക്കലൈസ്ഡ് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ്. നെക്സ്റ്റ് അരോമാറ്റിസിറ്റി ഓഫ് ബെൻസീൻ ആണ്. ബെൻസീൻ നമ്മൾ പേരന്റ് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു നെയിമാണ് കോമൺലി അപ്ലൈ ചെയ്യുന്നത് എല്ലാ കോമ്പൗണ്ട്സിനും. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൽ വരുന്നത്. പ്ലെനാരിറ്റി, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ ബെൻസീൻ റിംഗ് ആൻഡ് പ്രസൻസ് ഓഫ് 4n+2 പൈ ഇലക്ട്രോൺസ് ഇൻ റിംഗ്. ഓക്കെ. അപ്പൊ ഈ ഒരു റൂളിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹക്കൽ റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ഇതൊക്കെയാണ്: ബെൻസീൻ, സൈക്ലോപെന്റാൽഡിഹൈഡ്,
pentyl dienal anion, cycloheptatrienal cation, naphthalene, anthracene and phenanthrene ഇതൊക്കെയാണ് aromatic compoundsന് എക്സാമ്പിൾ വരുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ആണ്. ബെൻസീൻ നമ്മൾ കൊമേഴ്ഷ്യലി ഐസൊലേറ്റ് ചെയ്യുന്നത് കോൾട്ടാറിൽ നിന്നാണ്. പക്ഷെ ലാബോറട്ടറീസിലൊക്കെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ ബെൻസീൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചില മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈത്തൈൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സ് ആണ്. ബെൻസോയിക് ആസിഡിന്റെ സോഡിയം സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡ ലൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻസീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ റിഡക്ഷൻ ഓഫ് ഫീനോൾ വെച്ചിട്ട് എങ്ങനെയാണ് ബെൻസീൻ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്? ഫീനോളിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ബൈ യൂസിങ് വേപ്പേഴ്സ് ഓവർ ഹീറ്റഡ് സിങ്ക് ഡസ്റ്റ് ആൻഡ് ഇറ്റ് ഫോംസ് ബെൻസീൻ. ഓക്കെ, അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ദേ ആർ യൂഷ്വലി കളർലെസ് ലിക്വിഡ്സ് ഓർ സോളിഡ്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് അരോമ. ഇതിൽ നാഫ്തലിൻ ബോൾസ് നമ്മൾ ടോയ്ലറ്റ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഓൾസോ ഫോർ പ്രിസർവേഷൻ ഓഫ് ക്ലോത്ത്സിനും നമ്മൾ നാഫ്തലിൻ ബോൾസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്മെല്ലാണ് ഉണ്ടാവുന്നത് കോമ്പൗണ്ടിന് ആൻഡ് മോത്ത് റിപ്പലന്റ് പ്രോപ്പർട്ടി ഉണ്ട് നാഫ്തലിൻ ബോൾസിന്. Aromatic hydrocarbons immiscibly with water ആണ് but are readily miscible in case of organic solvents. അതൊരു സൂട്ടി ഫ്ലെയിമിലായിരിക്കും ബേൺ ഔട്ട് ചെയ്യുന്നത്. ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ് മെയിൻലി ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, പക്ഷേ സ്പെഷ്യൽ കണ്ടീഷൻസിൽ അത് അഡീഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ എല്ലാം തന്നെ അണ്ടർഗോ ചെയ്യും. നൈട്രേഷൻ എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബെൻസീൻ റിംഗിലേക്ക് ഒരു നൈട്രോ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബെൻസീനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് വിത്ത് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? നൈട്രോ ബെൻസീൻ ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി ഹാലോജനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ബെൻസീൻ പ്ലസ് ഒരു ഹാലോജൻ ഇൻ ദി പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ലൈക്ക് അൺഹൈഡ്രസ് FeCl3 AlCl3 അല്ലെങ്കിൽ FeBr3 ചെയ്താലും നമുക്ക് ഒരു ഹാലോ വേരിയൻ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്ലോറോ ബെൻസീൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സൾഫോണേഷൻ ആണ്. സൾഫോണിക് ആസിഡിലെ ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ആ ഒരു ബെൻസീൻ റിംഗിൽ. ഓക്കെ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സൾഫോണേഷൻ എന്ന് പറയുന്നത്. ഇത് ബെൻസീനെ നമ്മൾ ഒലിയം അല്ലെങ്കിൽ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ്. ബെൻസീനെ നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഒരു ആൽക്കൈൽ ബെൻസീൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ടൊളുവിനും ഈഥൈൽ ബെൻസീനും ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. ബെൻസീനെ നമ്മൾ ഒരു അസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ലൂയിസ് ആസിഡ് ദാറ്റ് ഈസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഒരു അസൈൽ ബെൻസീൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ എക്സസ് ഓഫ് ഇലക്ട്രോഫിലിക് റിയേജന്റ് യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതായത് ബെൻസീൻ റിംഗിലെ മറ്റുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ സക്സസീവ്ലി ഒരു ഇലക്ട്രോഫൈൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബെൻസീൻ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് എക്സസ് ഓഫ് ക്ലോറിൻ ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ക്യാൻ ബി ക്ലോറിനേറ്റഡ് ടു hexachlorobenzene. നെക്സ്റ്റ് ഇൻ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് റിയാക്ഷൻ 3 സ്റ്റെപ്പിലാണ് മെയിൻലി ഫോളോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈല്, നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആൻഡ് തേർഡ് റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ്. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം ആദ്യമേ. ബെൻസീനെ ഹൈഡ്രജനേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സൈക്ലോഹെക്സേൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്.
ഇനി UV ലൈറ്റിന്റെ പ്രസൻസിൽ നമുക്ക് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് കിട്ടുന്നത് എങ്ങനെയാണ്? 3 ക്ലോറിൻ മോളിക്യൂൾസിനെ ബെൻസീൻ റിങ്ങിനോട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ്. അതിന്റെ വേറെ പേരാണ് ഗാമക്സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബെൻസീന് നമ്മൾ ഓക്സിജൻ, അതായത് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഒരു സൂട്ടി ഫ്ലെയിം പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് കമ്പഷൻ റിയാക്ഷൻ. ഇനി ഡയറക്റ്റീവ് നേച്ചർ ഓഫ് ഗ്രൂപ്പ്സ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. അതായത് രണ്ട് ഗ്രൂപ്പ്സ് ആണ് മെയിൻലി വരുന്നത്, ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഇതിൽ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്താന്ന് നോക്കാം. ഓക്കെ, അതായത് ഇൻകമിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെയിൻലി വരുന്നത് ഫീനോളിന്റെ കേസ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. അതായത് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഫിനോളിക് ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മുന്നേ കണ്ട ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലും ക്ലിയർലി വിസിബിൾ ആണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വരുന്നത് ഓർത്തോ പൊസിഷനിലാണ്, അതുപോലെ തന്നെ പാരാ പൊസിഷനിലും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മെയിൻലി ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. പക്ഷെ എന്നിരുന്നാലും ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലുള്ള ഒരു ഓവറോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഡ്യൂ ടു റെസൊണൻസ് എഫക്ട്. ഇനി OH ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ് ഇൻ ഓർഡർ ടു ഗെറ്റ് അറ്റാക്ഡ് ബൈ ആൻ ഇലക്ട്രോഫൈൽ. അപ്പൊ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സിന്റെ മറ്റുള്ള എക്സാമ്പിൾ ആണ് NH2, NHR, NHCO, CH3, OCH3, CH3, C2, H5 ഇതെല്ലാം. ഓക്കെ, ഇനി അരൈൽ ഹാലൈഡ്സിന്റെ കേസിലാണെങ്കിൽ ഹാലജൻസ് മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്. അവരുടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള നെഗറ്റീവ് ഐ എഫക്ട്, അതായത് ഇൻഡക്റ്റീവ് നെഗറ്റീവ് എഫക്ട് കാരണം ഓവറോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ബെൻസിൻ റിങ്ങിൽ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അരൈൽ ഹാലൈഡ്സിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഡ്യൂ ടു റെസൊണൻസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് അറ്റ് ദി മെറ്റാ പൊസിഷൻ. ഓക്കെ, പക്ഷെ അത് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആണെന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും ഇവിടെ കാണിച്ചിരിക്കുന്നത് റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് ക്ലോറോബെൻസീൻ ആണ്. ഇനി ഇൻകമിംഗ് ഗ്രൂപ്പിനെ മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ NO2, CN, CHO, SO3H, COOR, COR, COOH ഇതൊക്കെയാണ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സിനെ നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നും പറയും. ഓവറോൾ ഡെൻസിറ്റി ബെൻസിൻ റിംഗിൽ ഡിക്രീസ് ആവുകയാണ്, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡിഫിക്കൽട്ട് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ്സിനെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ആണ് ദാൻ അറ്റ് മെറ്റാ പൊസിഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കാർസിനോജെനിസിറ്റി ആൻഡ് ടോക്സിസിറ്റി ആണ്. ബെൻസീൻ ആയാലും പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് ആയാലും അവർക്ക് മോർ ദാൻ 2 ബെൻസീൻ റിങ്സ് ഫ്യൂസ്ഡ് ടുഗദർ ആയിട്ടുള്ള കണ്ടീഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷൻ ടോക്സിക് ആണ് ആൻഡ് അതിന് ക്യാൻസർ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പൊസസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് കാർസിനോജനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും അങ്ങനെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് ഫോം ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ടൊബാക്കോ, കോൾ, പെട്രോളിയം എല്ലാം. ഇത് ഹ്യൂമൻ ബോഡിയിലേക്ക് എൻ്റർ ആയിട്ട് വേരിയസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യും ആൻഡ് ഫൈനലി നമ്മുടെ DNA ഒക്കെ ഡാമേജ് ചെയ്യും ആൻഡ് കോസസ് ക്യാൻസർ. എക്സാമ്പിൾ വരുന്നത്, അതായത് കാർസിനോജനിക് ഹൈഡ്രോകാർബൺസിന് എക്സാമ്പിൾ വരുന്നത് 1,2-ബെൻസാന്ത്രസീൻ, 3-മീഥൈൽ കൊളാന്ത്രീൻ, 1,2-ബെൻസ്പൈറീൻ, 1,2,5,6-ഡൈബെൻസാന്ത്രസീൻ ആൻഡ് ഫൈനലി 9,10-ഡൈമീഥൈൽ 1,2-ബെൻസാന്ത്രസീൻ. ഇതൊക്കെയാണ് കാർസിനോജനിക് ഹൈഡ്രോകാർബൺസിന് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ്. താങ്ക് യു.